താല്പര്യമില്ലാത്തവർക്ക് ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബട്ടറും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ഇതിലോട്ട് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇതിപ്പോൾ പഴമൊക്കെ ആയതുകൊണ്ട് ഇതൊന്ന് മൊരിഞ്ഞ് പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മൊരിഞ്ഞ് പോകാതിരിക്കണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാകും. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ നിറമൊക്കെ ഒന്ന്